അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷികം രാജ്യം സമുചിതമായി ആചരിച്ചു. കഴിഞ്ഞ വർഷം മുതൽ രാജ്യം നേതാജിയുടെ ജന്മദിനം പരാക്രം ദിവസായി ആഘോഷിക്കുകയാണ്. നേതാജിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ജനുവരി 23-ന് പരാക്രം ദിനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരവും വിതരണം ചെയ്തു. എല്ലാ വർഷവും നേതാജിയുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ടെങ്കിലും രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഇത്തവണ ജന്മദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷികത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ ഹോളോഗ്രാം പ്രതിമ ഇന്ത്യ ഗേറ്റിൽ പ്രധാനമന്ത്രി സ്ഥാപിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് നേതാജി തന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ചതെന്നും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ വാർഷികാഘോഷങ്ങൾ നടത്തിയത്. ധീരതയുടെയും ദേശീയതയുടെയും സമർപ്പണത്തിന്റെയും നിസ്വാർത്ഥ ത്യാഗത്തിന്റെയും പ്രതീകമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയാണ് രാജ്യം ഇത്തവണയും ജന്മവാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ലേസർ വെളിച്ചം പ്രസരിപ്പിച്ച് രൂപപ്പെടുത്തുന്ന നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു. ഇത് ചരിത്ര നിമിഷമാണെന്ന് നേതാജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. भारत मां के वीर सपूत नेताजी सुभाष चंद्र बोस की 125वीं जन्म जयंती पर पूरे देश की तरफ से मैं आज कोटि कोटि नमन करता हूं. ये दिन ऐतिहासिक है. ये कालखंड भी ऐतिहासिक है और ये स्थान जहां हम सभी एकत्रित हैं वो भी ऐतिहासिक है. हम इंडिया गेट पर अमृत महोत्सव मना रहे हैं और नेताजी सुभाष चंद्र बोस को आदरपूर्वक श्रद्धांजलि दे रहे हैं, जिन्होंने बड़े गर्व के साथ, बड़े आत्मविश्वास के साथ, बड़े साहस के साथ अंग्रेजी सत्ता के सामने कहा था, मैं स्वतंत्रता की भीख नहीं लूंगा, मैं स्वतंत्रता की भीख नहीं लूंगा, मैं इसे हासिल करूं. जिन्होंने भारत की धरती पर पहली आजाद सरकार को स्थापित किया था, हमारे उन नेताजी की भव्य प्रतिमा आज डिजिटल स्वरूप में इंडिया गेट के समीप स्थापित हो रही है. जल्द ही इस होलोग्राम प्रतिमा के स्थान पर ग्रेनाइट की विशाल प्रतिमा भी लगेगी. ये प्रतिमा आजादी के महानायक को कृतज्ञ राष्ट्र की श्रद्धांजलि है. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന മഹാനായ നായകനോടുള്ള നന്ദിയുള്ള ഒരു ജനതയുടെ ആദരാഞ്ജലിയായാണ് രാജ്യം ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. നേതാജിയുടെ ഈ പ്രതിമ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും ദേശീയ ബാധ്യതയുടെ ബോധം നൽകുകയും വർത്തമാന ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭാരതത്തിന് സുഭാഷ് ചന്ദ്രബോസിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടിന്റെ പ്രതീകമായാണ് ഈ പ്രതിമ നിർമ്മിക്കുന്നത് എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജ്യത്തിന്റെ ധീരപുത്രനാണ്. നേതാജിയുടെ ഓർമ്മകൾ തലമുറകൾക്ക് പ്രചോദനമാണ്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുനിക്കാത്ത പോരാളിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഗ്രാനൈറ്റിലുള്ള പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാകും വരെയാണ് ഹോളോഗ്രാം പ്രതിമ കാനപ്പിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 30,000 ലൂമെൻസ് 4K പ്രോജക്ടറാണ് ഹോളോഗ്രാം പ്രതിമയ്ക്ക് ഊർജ്ജം പകരുന്നത്. അദൃശ്യവും ഉയർന്ന നേട്ടവും 90% സുതാര്യവുമായ ഹോളോഗ്രാഫി സ്ക്രീൻ സന്ദർശകർക്ക് ദൃശ്യമാകാത്ത വിധത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഹോളോഗ്രാമിന്റെ പ്രഭാവം സൃഷ്ടിക്കുന്നതിനായി നേതാജിയുടെ 3D ചിത്രം അതിൽ പ്രൊജക്ട് ചെയ്തു. ഹോളോഗ്രാം പ്രതിമയുടെ വലിപ്പം
28 അടി ഉയരവും 6 അടി വീതിയുമാണ്. പെട്ടെന്ന് തന്നെ ഹോളോഗ്രാം മാറ്റി ഗ്രാനൈറ്റ് പ്രതിമ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുത്തു. ഈ തീരുമാനത്തിൽ കൊൽക്കത്തയിലുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബം വളരെയധികം ആഹ്ലാദഭരിതരാണ്. അവർ പ്രധാനമന്ത്രിയോടുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ മറ്റൊരാദരവും രാജ്യം അദ്ദേഹത്തിന് നൽകുന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ തുടക്കം ഇനി മുതൽ നേതാജിയുടെ ഓർമ്മകൾ പേറുന്ന പരാക്രം ദിവസിൽ നിന്ന് ആരംഭിക്കാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പൈതൃകങ്ങളും രാജ്യം മുഴുവൻ ഇന്ന് അഭിമാനത്തോടെ നെഞ്ചേറ്റുകയാണ്. സ്വാതന്ത്ര്യസമരത്തിൽ INA-യുടെ കീഴിൽ നിർണായക സ്ഥാനമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾക്കുള്ളത്. INA നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ തിരിച്ചുവന്നത് ആൻഡമാൻ നിക്കോബാറിലായിരുന്നു. ത്രിവർണ പതാക സ്വാതന്ത്ര്യത്തിന്റെ അലകളിൽ അവിടെ അദ്ദേഹം ഉയർത്തി. നേതാജി ആൻഡമാനിൽ ത്രിവർണ പതാക ഉയർത്തിയതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 2018 ആൻഡമാനിലെ റോസ് ഐലൻഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണ്. കൂടാതെ നീൽ ദ്വീപിനെ ഷഹീദ് ദ്വീപെന്നും ഹാവ്ലോക്ക് ദ്വീപിനെ സ്വരാജ് ദ്വീപെന്നും നാമകരണം ചെയ്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മകളിൽ തന്നെയാണ്. നേതാജിയുടെ പേരിൽ ഒരു കൽപ്പിത സർവകലാശാലയുടെ പ്രഖ്യാപനവുമുണ്ടായി. ഒപ്പം 75 രൂപയുടെ കമമറേറ്റീവ് നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കിയിരുന്നു. ഇതുകൂടാതെ ഡിസംബറിൽ ആൻഡമാനിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് പ്രത്യേക സങ്കൽപ് സ്മാരകം സമർപ്പിച്ചു. നേതാജിക്കും സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിലെ സൈനികർക്കും ഈ സ്മാരകം ആദരാഞ്ജലിയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തവണത്തെ വാർഷികാഘോഷങ്ങളിൽ നേതാക്കൾ നേതാജിയെ സ്മരിച്ചു. മാത്രവുമല്ല, 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം NDA സർക്കാർ വന്നതിന് ശേഷമാണ് ഇന്ത്യ ഗേറ്റിൽ ജോർജ് അഞ്ചാമന്റെ ഇരിപ്പിടമായിരുന്നയിടം സുഭാഷ് ബോസിന് നൽകി ആദരിച്ചതെന്നതുകൂടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മോദി സർക്കാരിന് കീഴിലാണ് നേതാജിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആർക്കൈവ്സിലെ രേഖകൾ പൊതുജനങ്ങൾക്കും ഗവേഷകർക്കും തുറന്നുകൊടുക്കാൻ തീരുമാനമായത്. ഇന്ന് നാഷണൽ ആർക്കൈവ്സിന്റെ വെബ്സൈറ്റിൽ ഇവ ഓൺലൈനായി ലഭ്യമാണ്. ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമായി തായ്വാനും നേതാജിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ദേശീയ ആർക്കൈവ്സ് തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രഹസ്യാത്മകതയിൽ തളച്ചിട്ട നേതാജിയുടെ ഓർമ്മകളും പൈതൃകങ്ങളും ഇന്ന് ചരിത്രത്തിൽ അതിന്റെ അർഹിക്കപ്പെട്ട സ്ഥാനങ്ങൾ നേടുകയാണ്. 75ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതം ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ടായിരുന്നു. ജനങ്ങളെ ഒരു ചരടിൽ കോർക്കുന്ന ഭാരതീയരുടെ പ്രതിഫലനമാണ് റിപ്പബ്ലിക് ദിനമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. നമ്മുടെ ജനാധിപത്യത്തിന്റെ നാനാത്വവും ഊർജ്ജവും ലോകം മുഴുവൻ അഭിനന്ദിക്കുന്നതാണ്. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളെ ഓർക്കാമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ 73ാം റിപ്പബ്ലിക് ദിനാഘോഷം ദേശീയതയുടെ ആഘോഷമാക്കിയപ്പോൾ ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനവും ജനതയുടെ അംഗീകാരം നേടുന്നു. മഹാമാരിയുടെ വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന് കരുത്തും വേഗതയും പകർന്നു നൽകിയ 130 കോടി ഭാരതീയരെ അഭിനന്ദിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ആത്മനിർഭർ ഭാരതത്തിന്റെ ദർശനവും വിജയങ്ങളും പങ്കുവച്ച രാഷ്ട്രപതിയുടെ സന്ദേശത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്നതായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളും. ഭാരതം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായതിന്റെ ബഹുമാന നിമിഷങ്ങൾക്കാണ് രാജ്യം 73ാം റിപ്പബ്ലിക് ദിനം ആചരിച്ചപ്പോൾ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്ന് രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിച്ചു. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭാരതത്തിന്റെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും ആഘോഷിക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന കാഴ്ചകൾ. ചരിത്രത്തിലാദ്യമായി പോർ വിമാനങ്ങൾ ആകാശവിസ്മയം തീർത്തു. 5 റഫേൽ വിമാനങ്ങളുടെ ആകാശ കാഴ്ചയ്ക്കാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ജഗ്വാർ യുദ്ധവിമാനങ്ങൾ 75ാം വാർഷികത്തെ അനുസ്മരിപ്പിക്കും വിധം 75ന്റെ ആകൃതിയിൽ പറന്നു. നാവികസേനയുടെ മിഗ് വിമാനങ്ങളും P-81 യുദ്ധവിമാനങ്ങളും വരുണാകൃതിയിലും പറന്ന് വിസ്മയം തീർത്തു. അതോടൊപ്പം തന്നെ മനം കവരുന്നതായിരുന്നു 480 യുവ കലാകാരികളും കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച വന്ദേ ഭാരത് നൃത്തശില്പങ്ങൾ. രാജ്യമെമ്പാടും നടന്ന മത്സരങ്ങളിൽ വിജയിച്ചായിരുന്നു രാജ്പഥിൽ തങ്ങളുടെ കലാവിസ്മയം തീർക്കാൻ അവർ അവസരം നേടിയത്. ഇന്ത്യൻ സൈന്യം എക്കാലവും ഏറെ വൈകാരികമായി പ്രണമിച്ചിരുന്ന ഇന്ത്യ ഗേറ്റിലെ
അമർ ജവാൻ ജ്യോതി ലയിച്ചതാണ് ഇത്തവണത്തെ മറ്റൊരു ശ്രദ്ധേയ മാറ്റം. ദേശീയ യുദ്ധസ്മാരകത്തിലെ പവിത്ര ജ്വാലയുമായി ലയിപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങുകളോടെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന കാലഘട്ടം ആരംഭിച്ചത്. ഇനി എല്ലാ സൈനിക വിഭാഗങ്ങളുടെ ചടങ്ങുകളും യുദ്ധസ്മാരകത്തിൽ മാത്രമാണ് നടക്കുക. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തത്സമയം കാണാൻ മാത്രമല്ല, വിവിധ കലാപരിപാടികളുടെയും ഫ്ലോട്ടുകളുടെയും വിധികർത്താക്കളാകാനും ഇത്തവണ പൊതുജനത്തിന് ഓൺലൈനായി അവസരമുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിലും ആദ്യം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും 3 സേനാ വിഭാഗങ്ങളുടെ തലവന്മാർക്കൊപ്പം ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പ്രണാമമർപ്പിച്ചു. സൈനിക പരിപാടിയിലെ അതിസുന്ദരം എന്ന് വിശേഷിപ്പിക്കുന്ന വാദ്യവൃന്ദ സംഘങ്ങളുടെ പരിപാടി ബീറ്റിംഗ് ദ റിട്രീറ്റ് ആയിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം. മുൻപെങ്ങുമില്ലാത്ത വിധം അദ്ഭുതം തീർത്തായിരുന്നു 1000 ഡ്രോണുകൾ ചേർന്നൊരുക്കിയ പ്രൊജക്ഷൻ. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ ജനകീയ പുരസ്കാരങ്ങളാണെന്നും രാജ്യം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്, UP മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ കല്യാൺ സിംഗ്, സാഹിത്യകാരൻ രാധേശ്യാം ഖേങ്ക, പ്രഭ ആത്ര എന്നിവർക്ക് പത്മവിഭൂഷൺ നൽകും. പത്മഭൂഷൺ പുരസ്കാരത്തിന് 17 പേരും പത്മശ്രീ പുരസ്കാരത്തിന് 107 പേരും അർഹരായി. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഗുലാം നബി ആസാദ്, പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ, ഭാരത് ബയോടെക് മേധാവിമാരായ കൃഷ്ണ യെല്ല, സുചിത്ര യെല്ല, മൈക്രോസോഫ്റ്റ് CEO സത്യനാരായണ നാദല്ല, സുന്ദർ പിച്ചെ, സൈറസ് പൂനെവാലെ, പ്രതിഭ റേ, സ്വാമി സച്ചിദാനന്ദ്, വസിഷ്ഠ് ത്രിപാഠി, N ചന്ദ്രശേഖരൻ, വിക്ടർ ബാനർജി, മധുർ ജഫ്രി, ദേവേന്ദ്ര ജഹാരിയ, റാഷിദ് ഖാൻ, രാജീവ് മഹർഷി എന്നിവർ പത്മഭൂഷണ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗുർമിത് മാവ, സഞ്ജയ് രാജാറാം എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായും പത്മഭൂഷൺ നൽകും. കായിക താരങ്ങൾ ആകെ 9 പേർക്കാണ് പത്മ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയ്ക്ക് അത്ലറ്റിക്സിൽ ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന സൈനികൻ നീരജ് ചോപ്രയും വനിതാ ഹോക്കിയുടെ അഭിമാനമായ വന്ദന കഠാരിയയും പാരാലിമ്പിക്സിലെ അവനി ലേഖരയും പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങും. നീരജ് ചോപ്രയ്ക്ക് 2 ബഹുമതിയാണ് ലഭിക്കുക. സൈനിക ബഹുമതിയായ പരംവിശിഷ്ട സേവാ മെഡലും പത്മ പുരസ്കാരവും ഒരുമിച്ച് ലഭിക്കുന്ന ആദ്യ സൈനികനായും നീരജ് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ വനിതാ ഹോക്കിയെ ഒളിമ്പിക് സെമിയിലെത്തിച്ച വന്ദന കഠാരിയെ രാജ്യം പത്മശ്രീ നൽകിയാണ് ആദരിക്കുന്നത്. പാരാലിമ്പിക്സിലെ ജാവലിൻ ത്രോ താരങ്ങളായ ദേവേന്ദ്ര ഝജാരിയ പത്മഭൂഷണാണ് സ്വീകരിക്കുന്നത്. ജാവലിനിലെ മറ്റൊരു താരം സുമിത് ആന്റിൽ, ബാഡ്മിന്റൺ താരം പ്രമോദ് ഭാഗത് എന്നിവരും ഇത്തവണ ആദരിക്കപ്പെടുന്നവരിലുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീരസ്മരണയുടെ കരുത്തിൽ ഇന്ത്യ 73ാം റിപ്പബ്ലിക് ദിനാഘോഷം ദേശീയതയുടെ ആഘോഷമാക്കിയപ്പോൾ ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനവും രാജ്യം ആഘോഷിക്കുകയാണ്. കാരണം രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകുന്നതിന്റെ ആഴവും പരപ്പും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പട്ടിക നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. സമൂഹത്തിലെ അവഗണിക്കപ്പെടുന്നവരെ നരേന്ദ്രമോദി സർക്കാർ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇത്തവണയും പത്മ പുരസ്കാര പട്ടികയിൽ കണ്ടത്. ആദിവാസി വിഭാഗത്തിൽ നിന്നും വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുമുള്ളവർക്ക് രാജ്യം നൽകുന്ന ആദരവ് ഇതുവരെ കാണാത്തതാണ്. മാത്രവുമല്ല, രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സ്വാധീനമുള്ളവർക്ക് മാത്രം കിട്ടിയിരുന്നു എന്ന ആരോപണത്തിൽ നിന്നും പത്മ അവാർഡുകൾ മുക്തമായി. പുരസ്കാരങ്ങൾ ചിലരുടെ മാത്രമല്ല, എല്ലാറ്റിനും അതീതമായി കഴിവിനും മികവിനും അർപ്പണ മനോഭാവത്തിനുമുള്ള അംഗീകാരമെന്ന് തെളിഞ്ഞിരിക്കുന്നു. മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമായിരുന്ന ഗോസവീദ് ഷെയ്ഖ് ഹസൻ പോളിയോ നിർമ്മാർജ്ജന ദൌത്യത്തിൽ നിർണായക പങ്കുവഹിക്കുകയും പാവപ്പെട്ടവർക്ക് ചികിത്സ നൽകുകയും ചെയ്യുന്ന പ്രശസ്ത ഓർത്തോപീഡിക് മെഡിക്കൽ വിദഗ്ധൻ ഡോക്ടർ സുങ്കര ആദിനാരായണ റാവു എന്നിവരുടെ പത്മ പുരസ്കാരങ്ങൾക്ക് സുവർണ ശോഭയാണ്. അരുണാചൽ പ്രദേശിലെ ബുദ്ധസന്യാസി ഗുരു തിലക് റിംപോച്ചിയും അസമിലെ 102 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ശകുന്തള ചോധരിയുമൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. കേരളത്തെ സംബന്ധിച്ചും ഇത് വ്യക്തമാണ്. ഇത്തവണ 4 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. അതിലൊഴിവാക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ് പത്മശ്രീ ശോശാമ്മ അയ്യപ്പിന്റേത്. ഇന്ന് കേരളത്തിൽ കാണുന്ന 6000-ഓളം വെച്ചൂർ പശുക്കൾ ഉണ്ടായത് ഡോക്ടർ ശോശാമ്മയുടെ ശ്രമത്തിൽ നിന്നാണ്. സംരക്ഷണത്തിനും അവയെപ്പറ്റി ശാസ്ത്രീയമായ അവബോധം വളർത്താനും നേതൃത്വം വഹിച്ച ശാസ്ത്രജ്ഞയാണ് ശോശാമ്മ അയ്യപ്പ്. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ വികസന പ്രൊജക്ടിന്റെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ആധുനിക ജീവിതത്തിന്റെ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന കവിതകളുടെ സ്രഷ്ടാവ് പി നാരായണക്കുറുപ്പിന്റെ പത്മശ്രീയുടെ തിളക്കത്തിനും മാറ്റു കൂടുതലാണ്. എഴുത്തിലൂടെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ച സാഹിത്യകാരനാണ് പി നാരായണക്കുറുപ്പ്. സാമൂഹ്യ വിമർശനങ്ങൾ കവിതയിലും നിരൂപണങ്ങളിലുമുണ്ട്.
കളരിയുടെ മേന്മ ലോകത്തിനു മുന്നിലെത്തിച്ച ശങ്കരനാരായണ മേനോൻ ചൂണ്ടയിലിന് 93 വയസ്സിൽ തേടിയെത്തിയ പത്മശ്രീ കേരളത്തിന് ഇരട്ടി മധുരമായി. മറ്റൊരു തിളക്കമാണ് KV റാബിയയുടെ പത്മശ്രീ. പോളിയോ ബാധിതയായ KV റാബിയ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ക്യാൻസറിനെയും നട്ടലിന്റെ ക്ഷതത്തെയും അതിജയിച്ചാണ് വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നത്. മലപ്പുറത്തിന്റെ മാത്രമല്ല മുഴുവൻ കേരളത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും വിജയമുഖവും പ്രചോദനവുമായിരുന്ന KV റാബിക്ക് നൽകിയ പത്മ പുരസ്കാരം ഒരു സാമൂഹ്യ ചരിത്ര ഘട്ടത്തിന് നൽകിയ അംഗീകാരം കൂടിയാണ്. ഇടവേളയ്ക്ക് ശേഷം അമൃതഭാരതം തുടരും. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവവികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. ദുരന്ത നിവാരണ രംഗത്ത് ഇന്ത്യയിലെ വ്യക്തികളും സംഘടനകളും സമാനതകളില്ലാത്ത മാതൃകകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നൽകുന്ന നിസ്വാർത്ഥമായ സേവനവും വിലമതിക്കാനാവാത്ത സംഭാവനകളും അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വാർഷിക സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരം ഏർപ്പെടുത്തി. എല്ലാ വർഷവും ജനുവരി 23-നാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച ദുരന്ത നിവാരണ വൈദഗ്ധ്യങ്ങൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. പരാക്രം ദിവസത്തോടനുബന്ധിച്ച് ആപ്ദ പ്രബന്ധൻ പുരസ്കാരങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവാർഡുകൾ നൽകിയത് ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള ആദരവ് കൂടിയായിരുന്നു. നേതാജിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ അവാർഡുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. 2019 മുതൽ 2022 വരെ അവാർഡിന് അർഹരായ വ്യക്തികളെയും സംഘടനകളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. साथियों, डिजास्टर मैनेजमेंट को प्रभावी बनाने के लिए 2014 के बाद से हमारे सरकार ने राष्ट्रीय स्तर पर चौतरफा काम किया है. हमने रिलीफ, रेस्क्यू, रिहेबिलिटेशन उस पर जोर देने के साथ साथ ही रिफॉर्म पर भी बल दिया है. हमने एनडीआरएफ को मजबूत किया, उसका आधुनिकीकरण किया, देश भर में उसका विस्तार किया. स्पेस टेक्नोलॉजी से लेकर प्लानिंग और मैनेजमेंट तक बेस्ट पॉसिबल प्रैक्टिसेस को अपनाया. हमारे एनडीआरएफ के साथ ही सभी राज्यों के एसडीआरएफ्स और सुरक्षा बलों के जवान अपनी जान की बाजी लगाकर एक एक जीवन को बचाते हैं. इसलिए आज ये पल इस प्रकार से जान की बाजी लगाने वाले, औरों की जिंदगी बचाने के लिए खुद की जिंदगी का दाव लगाने वाले, चाहे वो एनडीआरएफ के लोग हो, चाहे एसडीआरएफ के लोग हो, हमारे सुरक्षा बलों के साथी हो, ये सब के सब उनके प्रति आज आभार व्यक्त करने का, उनको सैल्यूट करने का ये वक्त है. പോയ നാളുകളിൽ ദുരന്ത സമയത്ത് മാത്രമാണ് പരിഹാരമാർഗങ്ങൾ അന്വേഷിച്ചതെങ്കിൽ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ രാജ്യം പ്രതിസന്ധികളെ നേരിടാൻ സജ്ജമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 2001-ലെ ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഒന്നുകൂടി ചിന്തിക്കാൻ നിർബന്ധിതരായത്. അത് ദുരന്ത നിവാരണത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിച്ചു. എല്ലാ വകുപ്പുകളെയും മന്ത്രാലയങ്ങളെയും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തി. അന്നത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് 2003-ൽ ഗുജറാത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്നു. ദുരന്തങ്ങളെ നേരിടാൻ ഇത്തരമൊരു നിയമം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഗുജറാത്ത് മാറി. പിന്നീട് ഗുജറാത്തിലെ നിയമങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ 2005-ൽ സമാനമായ ഒരു ദുരന്ത നിവാരണ നിയമം രാജ്യത്തിനാകെ നടപ്പാക്കി.
ഈ നിയമത്തിന് ശേഷമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ഈ നിയമം രാജ്യത്തെ വളരെയധികം സഹായിച്ചു. 2014 മുതൽ ദുരന്ത നിവാരണം കാര്യക്ഷമമാക്കുന്നതിന് ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാർ വിപുലമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ദുരിതാശ്വാസം, രക്ഷാപ്രവർത്തനം, പുനരധിവാസം, നവീകരണം എന്നിവയിൽ ഊന്നൽ നൽകിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. രാജ്യത്തുടനീളം NDRF ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. ബഹിരാകാശ സാങ്കേതികവിദ്യ മുതൽ ആസൂത്രണവും മാനേജ്മെന്റും വരെ സാധ്യമായ ഏറ്റവും മികച്ച രീതികൾ സ്വീകരിച്ചു. NDRF, SDRF, സെക്യൂരിറ്റി സേനാംഗങ്ങൾ അങ്ങനെ ഓരോ ജീവനും രക്ഷിക്കുന്നതിൽ തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് എല്ലാവരും രംഗത്തിറങ്ങിയത്. NDRF ആയാലും SDRF പ്രവർത്തകരായാലും നമ്മുടെ സുരക്ഷാ സേനയായാലും തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കാനും സല്യൂട്ട് ചെയ്യാനുമുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൊറോണ ഈ മഹാമാരിയുടെ നടുവിലും നിരവധി ദുരന്തങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒരു വശത്ത് നമ്മൾ കൊറോണയ്ക്കെതിരെ പോരാടുമ്പോൾ മറുവശത്ത് പല പ്രദേശങ്ങളിലും ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഒഡീഷ, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള കിഴക്കൻ തീരങ്ങളിലും ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരങ്ങളിലും ചുഴലിക്കാറ്റ് വീശിയടിച്ചു. നേരത്തെ നൂറുകണക്കിന് ആളുകൾ ചുഴലിക്കാറ്റിൽ മരിക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണ അങ്ങനെയല്ല. രാഷ്ട്രം എല്ലാ വെല്ലുവിളികൾക്കും ഒരു പുതിയ ശക്തിയോടെ ഉത്തരം നൽകി. തൽഫലമായി ഈ ദുരന്തങ്ങളിൽ പരമാവധി ജീവൻ രക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. ഇന്ന് പ്രധാന അന്താരാഷ്ട്ര ഏജൻസികൾ ഇന്ത്യയിലെ ഈ സാധ്യതയെയും മാറ്റത്തെയും അഭിനന്ദിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പ്രാദേശിക ഭരണകൂടങ്ങൾ, എല്ലാ ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അത്തരമൊരു എൻഡ്-ടു-എൻഡ് സൈക്ലോൺ റെസ്പോൺസ് സിസ്റ്റം ഇന്ന് രാജ്യത്തുണ്ട്. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പ് സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത സാധ്യത വിശകലനം ചെയ്യുന്നതിനുള്ള വിപുലമായ ഉപകരണങ്ങളും വിവിധ മേഖലകൾക്കായുള്ള ദുരന്ത സാധ്യതാ ഭൂപടങ്ങളും സംസ്ഥാനങ്ങളുടെ സഹായത്തോടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും പങ്കാളികൾക്കും പ്രയോജനകരമാണ്. ഏറ്റവും പ്രധാനമായി ദുരന്ത നിവാരണം ഇന്ന് രാജ്യത്ത് പൊതുജന പങ്കാളിത്തത്തിന്റെയും പൊതുവിശ്വാസത്തിന്റെയും വിഷയമായി മാറിയിരിക്കുന്നു. NDMA-യുടെ ആപ്ദമിത്ര പോലുള്ള പദ്ധതികളുടെ ഭാഗമാകുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നതായി യുവാക്കൾ വ്യക്തമാക്കുന്നു. അതായത് ജനപങ്കാളിത്തം വർദ്ധിച്ചുവരികയാണ്. എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ആളുകൾ ഇരകളായി തുടരില്ല. പകരം അവർ സന്നദ്ധ പ്രവർത്തകരായി ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു. അതായത് ദുരന്ത നിവാരണം എന്നത് കേവലം സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല, മറിച്ചത് സബ്കാ പ്രയാസിന്റെ മാതൃകയായി. ദുരന്ത നിവാരണത്തിന് മുൻതൂക്കം നൽകുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ കോഴ്സുകളുടെ പാഠ്യപദ്ധതിയിൽ ദുരന്ത നിവാരണവും അടിസ്ഥാന സൌകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചേർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. അണക്കെട്ടിന്റെ തകരാർ മൂലമുണ്ടാകുന്ന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി സർക്കാർ ഡാം സുരക്ഷാ നിയമവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തങ്ങളെപ്പോലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഇന്ത്യ ഈ ദിശയിൽ അതിവേഗം മുന്നേറുകയാണ്. ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ ചുഴലിക്കാറ്റോ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന വീടുകൾ ഈ ആശങ്കകൾ കൈകാര്യം ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ചാർധാം മെഗാ പദ്ധതിയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിർമ്മിക്കുന്ന പുതിയ എക്സ്പ്രസ് വേകളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾക്കാണ് മുൻഗണന. അടിയന്തര ഘട്ടങ്ങളിൽ വിമാനങ്ങൾ ഇറക്കാൻ ഈ എക്സ്പ്രസ് വേകൾ ഉപയോഗിക്കാനും സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതാണ് പുതിയ ഇന്ത്യയുടെ കാഴ്ചപ്പാടും ചിന്താരീതിയും. ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചർ കണക്കിലെടുത്ത് ഇന്ത്യയും ലോകത്തിന് CDRI ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചർക്കുള്ള കൂട്ടായ്മ എന്ന ആഗോള സ്ഥാപനം മുന്നോട്ട് വെച്ചു. ഇന്ത്യയുടെ ഈ സംരംഭത്തിൽ ബ്രിട്ടൻ പ്രധാന പങ്കാളിയായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ 35 രാജ്യങ്ങൾ അതിൽ ചേർന്നു. നേപ്പാൾ ഭൂകമ്പത്തിൽ തകർന്നപ്പോൾ സൌഹൃദ രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ആ ദുരിതത്തിൽ പങ്കുചേരാൻ സമയം പാഴാക്കിയില്ല. ദുരന്തത്തെ അവസരമാക്കി മാറ്റാം. സ്വാതന്ത്ര്യ സമരകാലത്ത് നേതാജി നമുക്ക് നൽകിയ സന്ദേശമാണിതെന്നും പ്രധാനമന്ത്രി പരാക്രം ദിവസിൽ ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിജയങ്ങൾ നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ്. ഇന്ത്യ അതിന്റെ സ്വത്വവും പ്രചോദനവും പുനരുജ്ജീവിപ്പിക്കുമെന്ന സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ ദൃഢനിശ്ചയമാണിത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച NDRF-ന്റെയും SDRF-ന്റെയും ഉദ്യോഗസ്ഥരും അഭിനന്ദനം അർഹിക്കുന്നു. പരാക്രം ദിവസിൽ നേതാജിയെ അനുസ്മരിച്ചുകൊണ്ട് സഹാനുഭൂതിയോടെയും സംവേദനക്ഷമതയോടെയും പ്രവർത്തിച്ചതിന് NDRF, SDRF ജവാന്മാരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പണയം വെച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ കൂടിയുള്ള സന്ദർഭമായി പരാക്രം ദിവസ് മാറി. അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നമസ്കാരം.